നമസ്കാരം. മലയാള സാഹിത്യത്തിന്റെ സുവർണ ചരിത്രത്തിലൂടെയുള്ള ഈ പുതിയ അവതരണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കൂ, ഇതൊരു വെറും വിവരങ്ങളുടെ പട്ടികയല്ല കേട്ടോ. മറിച്ച് നമ്മുടെ ഭാഷയുടെയും സാഹിത്യത്തിന്റെയും സമ്പന്നമായ ചരിത്രം പറയുന്ന ഒരു കഥാപുസ്തകം വായിക്കുന്നതുപോലെയുള്ള മനോഹരമായ ഒരു യാത്രയാണിത്. നമുക്ക് തുടങ്ങാമല്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഒരു സംസ്കാരം അതിലെ ഏറ്റവും മികച്ച കഥാകാരന്മാരെ എങ്ങനെയാണ് അനശ്വരരാക്കുന്നതെന്ന്? സാഹിത്യപ്രേമികൾക്കും പ്രത്യേകിച്ച് PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്കും വളരെ ഉപകാരപ്രദമായ ഒരു വിഷയമാണിത്. അതെ, എഴുത്തുകാരെ ജീവിക്കുന്ന ഇതിഹാസങ്ങളാക്കി മാറ്റുന്ന ആ മഹത്തായ പുരസ്കാരങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ അധ്യായം തുടങ്ങാം. ദേശീയ വേദിയിലെ മലയാളത്തിന്റെ നേട്ടങ്ങൾ. PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ ബഹുമതിയായ ജ്ഞാനപീഠ പുരസ്കാരം എത്ര തവണ മലയാളത്തെ തേടിയെത്തിയെന്നറിയാമോ? 6 തവണ. ഇതിൽ ഏറ്റവും അഭിമാനകരമായ കാര്യമെന്താണെന്ന് വെച്ചാൽ 1965 നൽകിയ ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം തന്നെ ലഭിച്ചത് മലയാളത്തിനാണ്. മഹാകവി J. ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിനായിരുന്നു ആ അപൂർവ നേട്ടം. പിന്നീട് 1980 SK പൊറ്റക്കാട്ട്, 84 തകഴി ശിവശങ്കരപിള്ള, 95 MT വാസുദേവൻ നായർ, 2007 ONV കുറിപ്പ്, അവസാനമായി 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അങ്ങനെ ആ പട്ടിക നീളുകയാണ്. ഇനി വളരെ രസകരമായൊരു കാര്യം പറയാം. 1965 ഈ ജ്ഞാനപീഠ പുരസ്കാരത്തുക വെറും 1 ലക്ഷം രൂപയായിരുന്നു. പക്ഷേ ഇന്നോ അത് 11 ലക്ഷം രൂപയായി വർദ്ധിച്ചിരിക്കുന്നു. ഇതിനൊപ്പം വെങ്കലത്തിൽ തീർത്ത വാഗ്ദേവതയുടെ ഒരു മനോഹരമായ ശില്പവും പ്രശസ്തിപത്രവും കൂടിയുണ്ട്. കാലം മാറുന്നതിനനുസരിച്ച് ഈ പുരസ്കാരത്തിന്റെ മൂല്യവും പ്രശസ്തിയും എങ്ങനെ വളർന്നു എന്നിത് കൃത്യമായി കാണിച്ചു തരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. കേരളത്തിന്റെ സ്വന്തം കിരീടരത്നം, എഴുത്തച്ഛൻ പുരസ്കാരം. കേരള സാഹിത്യ അക്കാദമിയും കേരള സർക്കാരും ചേർന്ന് നൽകുന്ന ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമാണിത്. മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ സ്മരണാർത്ഥം 1993 ഈ അവാർഡ് ഏർപ്പെടുത്തിയത്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ഈ പുരസ്കാരത്തിന്റെ ചരിത്രപരവും സാംസ്കാരികവുമായ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന്. ഈ ഭാഗം PSC പരീക്ഷ എഴുതുന്നവർക്ക് ശരിക്കും ഒരു സുവർണഖനിയാണ് കേട്ടോ. അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ചോളൂ. 1993 ആദ്യമായി ഈ പുരസ്കാരം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. പിന്നീട് 1995 ഈ അവാർഡ് നേടുന്ന ആദ്യ വനിതയായി ബാലാമണിയമ്മ മാറി. ഇനി അല്പം പുതിയ ചരിത്രം നോക്കിയാലോ. 32ാമത്തെ പുരസ്കാരം 2024 NS മാധവനും ഏറ്റവും പുതിയ, അതായത് 33ാമത്തെ പുരസ്കാരം 2025 KG ശങ്കരപിള്ളയ്ക്കുമാണ് ലഭിച്ചത്. ഭാഷയുടെ അടിസ്ഥാന ശിലകളിൽ തുടങ്ങി ഇന്നത്തെ തലമുറയിൽ വരെ എത്തി നിൽക്കുന്ന ഒരു വലിയ പരമ്പരയാണിത്. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നോ, എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ ഇപ്പോഴത്തെ സമ്മാനത്തുക 5 ലക്ഷം രൂപയാണ്. തുടക്കത്തിൽ ഇത് വെറും 1 ലക്ഷം രൂപയായിരുന്നു. പിന്നീടത് 1.5 ലക്ഷമായും ഒടുവിൽ 2017 അത് 5 ലക്ഷം രൂപയായും ഉയർത്തി. പുരസ്കാരത്തിന് ലഭിക്കുന്ന ആദരവും പ്രാധാന്യവും എത്രത്തോളം വലുതാണെന്ന് ഈ സംഖ്യ സൂചിപ്പിക്കുന്നുണ്ട്. അടുത്ത അധ്യായം കവികളുടെ സ്മരണകൾ നിലനിർത്തുന്ന സ്മാരക പുരസ്കാരങ്ങളെക്കുറിച്ചാണ്. ആദ്യം നമുക്ക് വള്ളത്തോൾ പുരസ്കാരത്തെക്കുറിച്ച് സംസാരിക്കാം. മഹാകവി വള്ളത്തോൾ നാരായണമേനോന്റെ സ്മരണാർത്ഥം വള്ളത്തോൾ സാഹിത്യസമിതി 1991 ഏർപ്പെടുത്തിയതാണ് ഈ അവാർഡ്. ഇതിലൊരു രസമുണ്ട്. ഇതിന്റെ സമ്മാനത്തുക എത്രയാണെന്നറിയാമോ? കൃത്യം 1, 11, 111 രൂപ. അതായത് 1,11,111 രൂപ. വളരെ പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു രസികൻ അക്കമാണിത്, അല്ലേ? ആദ്യമായി ഈ പുരസ്കാരം സ്വന്തമാക്കിയത് പാലാ നാരായണൻ നായരാണ്. എന്നാൽ ഈ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് അല്പം നിഗൂഢമായൊരു കാര്യമുണ്ട്. 2019 പോൾ സക്കറിയയ്ക്കാണ് അവസാനമായി വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത്. അതിനുശേഷം ഔദ്യോഗികമായി ഈ അവാർഡ് ആർക്കും പ്രഖ്യാപിച്ചിട്ടില്ല. കോവിഡ് മഹാമാരിയുടെ സമയത്ത് തുടങ്ങിയ ഈ ഒരിടവേള ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണ്. നമ്മുടെ ആധുനിക സാഹിത്യ ചരിത്രത്തിലെ ശൂന്യമായ ഒരു താളായി അതിപ്പോഴും കിടക്കുന്നു. ശരി, ഇനി നമുക്ക് ഓടക്കുഴൽ അവാർഡിനെക്കുറിച്ച് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ എങ്ങനെ മനോഹരമായി ബന്ധിപ്പിക്കപ്പെടുന്നുവെന്ന് നോക്കൂ. 1965 ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ G. ശങ്കരക്കുറുപ്പ് ആ സമ്മാനത്തുകയുടെ ഒരംശം ഉപയോഗിച്ച് 1968 രൂപീകരിച്ച ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് ഈ അവാർഡ് നൽകുന്നത്. 30,000 രൂപയും ശില്പവും പ്രശസ്തിപത്രവുമാണ് പുരസ്കാരം.
2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ഇ.പി. രാജഗോപാലന്റെ ഉൾക്കഥ എന്ന സാഹിത്യവിമർശന ഗ്രന്ഥത്തിനാണ്. അക്ഷരങ്ങളിലൂടെയുള്ള ഒരു യഥാർത്ഥ പൈതൃക കൈമാറ്റമെന്ന് തന്നെ ഇതിനെ വിളിക്കാം. ഇനി നമ്മുടെ അവസാന അധ്യായത്തിലേക്ക് വരാം. പുതിയ കാലത്തെ ശബ്ദങ്ങളും വരാനിരിക്കുന്ന മാറ്റങ്ങളും. ആധുനിക മലയാള സാഹിത്യത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട നാഴികക്കല്ലാണ് വയലാർ അവാർഡ്. പ്രിയ കവിയും ഗാനരചയിതാവുമായ വയലാർ രാമവർമ്മയുടെ സ്മരണാർത്ഥം 1977 ഇത് ആരംഭിച്ചത്. 1,00,000 രൂപയും വെള്ളി ഫലകവുമാണ് അവാർഡ്. 1977 ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന ക്ലാസിക് കൃതിക്കാണ് ഈ അവാർഡ് ആദ്യമായി ലഭിച്ചത്. എന്നാൽ ഏറ്റവും പുതിയ, അതായത് 49ാമത് വയലാർ അവാർഡ് 2025 സ്വന്തമാക്കിയത് ഇ. സന്തോഷ് കുമാറിന്റെ തപോമയുടെ അച്ഛൻ എന്ന കൃതിയാണ്. പഴയ തലമുറയിൽ നിന്ന് പുതിയ തലമുറയിലേക്കുള്ള മനോഹരമായ ഒരു മാറ്റമാണിത്. തപോമയ്യയുടെ അച്ഛൻ അഭയാർത്ഥികളുടെ ജീവിതം പര്യവേക്ഷണം ചെയ്യുന്നു എന്ന ഈ വരികൾ നമ്മോട് വളരെ നിർണായകമായൊരു കാര്യമാണ് പറയുന്നത്. വെറും പഴയകാല ചരിത്രങ്ങളെ മാത്രമല്ല, മനുഷ്യജീവിതത്തിലെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെയും ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന പ്രശ്നങ്ങളെയുമാണ് ഇത്തരം പുരസ്കാരങ്ങൾ അംഗീകരിക്കുന്നത് എന്ന് ഇത് നമുക്ക് കാണിച്ചു തരുന്നു. അതെ, ഇതൊരു വെറും അവാർഡല്ല, നമ്മുടെ കാലഘട്ടത്തിന്റെ കണ്ണാടി കൂടിയാണ്. അങ്ങനെ നാം നമ്മുടെ ഈ സാഹിത്യയാത്രയുടെ അവസാനത്തിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു വലിയ ചോദ്യം ബാക്കിയാകുന്നു. മലയാള സാഹിത്യത്തിലെ ആ അടുത്ത മികച്ച അധ്യായം ആരായിരിക്കും എഴുതുക? PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരായാലും സാഹിത്യത്തെ സ്നേഹിക്കുന്ന വെറുമൊരു വായനക്കാരനായാലും നിങ്ങളും ഈ ചോദ്യം സ്വയം ചോദിക്കുക. ഭാവിയിൽ വരാനിരിക്കുന്ന ആ പുതിയ ഇതിഹാസങ്ങളെ കണ്ടെത്താൻ നിങ്ങളുടെ കണ്ണുകൾ എപ്പോഴും തുറന്നിരിക്കട്ടെ. മലയാള സാഹിത്യത്തിന്റെ ഇതൾ വിരിയുന്ന പുതിയ താളുകളിലേക്ക് നമുക്ക് കാത്തിരിക്കാം. ഈയൊരു അവതരണം നിങ്ങൾക്കെല്ലാവർക്കും വളരെ പ്രയോജനപ്രദമായെന്ന് കരുതുന്നു. ഒത്തിരി നന്ദി. നമസ്കാരം.